ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ലസ് അതുപോലെ തന്നെ ഈ ഒരു മാല അതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രൂലൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ബീഡ്സിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാം, ഈ ഒരു നെക്ലസ് എങ്ങനെ ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ നമ്മുടെ ചാനലിൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഗോൾഡൻ ബേസ് വരുന്ന സ്റ്റോണാണ്. പക്ഷേ ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഇന്നത്തെ മേക്കിംഗ് വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ സിൽവർ ബേസ് വരുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ 6 mm വരുന്ന ഈ ഒരു കളർ ക്രിസ്റ്റൽ ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ മാല ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് വേണ്ടത്, നമ്മൾ എന്താ പറയുക, ജ്വല്ലറി ചെയ്യുമ്പോൾ എപ്പോഴും ആവശ്യമായിട്ടുള്ള നമ്മുടെ ടൂൾസ് വേണം. കട്ടർ, പ്ലെയർ കാര്യങ്ങൾ, പിന്നെ ഗിയർ ലോക്ക് വേണം, പിന്നെ ഈ ഒരു ചെയിൻ ലോക്ക് എടുക്കേണ്ടത് സിൽവർ. ഓക്കെ, അതിനുശേഷം ഗിയർ വയർ നമ്മൾ എടുക്കുന്നത് സിൽവർ ഷെയ്ഡാണ് കേട്ടോ. ഗിയർ വയർ അപ്രോക്സിമേറ്റ്ലി ഒരു 50 cm ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ലെങ്ത്തിൽ കട്ട് ചെയ്യേണ്ട. നമ്മൾ വേറൊരു മേക്കിംഗ് വീഡിയോയിൽ അങ്ങനെ ഒരുപാട് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് വേസ്റ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 50 cm. വലിയവർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു 50 cm കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, അത് തന്നെ എക്സ്ട്രാ വരും. നെക്ലസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എക്സ്ട്രാ വരും. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഒരു അപ്രോക്സിമേറ്റ്ലി 50 cm കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഗിയർ വയറൊക്കെ മടക്കി വെക്കുമ്പോൾ ഇതേപോലെ മടക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ച് ചെയ്യേണ്ട, അത് കട്ട് ചെയ്ത് കളഞ്ഞോളൂ. കാരണം അത് വെച്ച് ചെയ്താലും ആ ഒരു മടക്ക് പോലെ നിൽക്കും, ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല അത് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ മുന്നത്തെ മേക്കിംഗ് വീഡിയോയിൽ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ അതിൽ ചെയ്യാനായിട്ട് പോണത്. നമ്മളത് ഇതുപോലെ ഒന്ന് ഈ ഒരു ചെയിൻ ലോക്കിൻ്റെ ഒരു എൻഡ് ഉണ്ടല്ലോ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഗിയർ ലോക്ക്, ഇവിടെ നമ്മൾ സിൽവറാണ് എടുക്കുക കേട്ടോ. ഗിയർ ലോക്ക് ഈ ഒരു 2 ലോക്കിലും കൂടെ വരുന്ന രീതിയിൽ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ മിഡിലോട്ട് കൊണ്ടതിന് ശേഷം പ്രസ് ചെയ്ത് നന്നായി ടൈറ്റായി പിടിച്ചതിന് ശേഷം പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിനി ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം എന്താ പറയുക, 2 സൈഡിലും ഓരോ ക്രിസ്റ്റൽ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 ഇതിലും നമ്മൾ മറ്റേൽ ചെയ്തപ്പോൾ ഒരു സൈഡിൽ ഗോൾഡൻ ബീഡും ഒരു സൈഡിൽ പേൾ ബീഡും കൊടുത്തു. ഇതിലിപ്പോൾ നമ്മൾ 2 ക്രിസ്റ്റൽ ബീഡാണ് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. വൈറ്റ് ആകുമ്പോൾ ക്രിസ്റ്റലായിരിക്കും കൂടുതൽ ഭംഗി തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു കുന്തൻ സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ക്രിസ്റ്റൽ ബീഡ്സ് 2 സ്ട്രിങ്ങിലായിട്ട് ഓരോന്നിങ്ങനെ കോർക്കുക. അതിനുശേഷം ഈ ഒരു 2 ഹോളിൽ കുന്തൻ സ്റ്റോണ് ഇതുപോലെ കോർത്തെടുക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ടത്ര ലെങ്ത്തിൽ ഫുള്ളായിട്ട് ഈ ഒരു പാറ്റേണിൽ കോർത്തെടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നെക്ലസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർത്തത്. അപ്പം മോൾക്കിത് ബ്രേസ്ലെറ്റായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ബ്രേസ്ലെറ്റ് ആക്കിയിട്ട് മാറ്റാം കേട്ടോ. ബ്രേസ്ലെറ്റ് ആക്കിയിട്ട് മാറ്റാൻ നമ്മൾ ഫസ്റ്റ് മെഷർമെൻറ്റ് നോക്കണം, എത്രമാത്രം കുട്ടികൾക്ക് മെഷർമെൻറ്റ് വേണമെന്നുള്ളത്. ഇതിപ്പോൾ ഈ ഒരു അളവിന് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് വലിയവർക്കുള്ള ബ്രേസ്ലെറ്റിൻ്റെ സൈസാവും. ഓക്കെ, അപ്പോൾ ഇതിന്ന് കുറച്ച് ബീഡ്സ് മാറ്റണം. നമ്മളുടെ കുഞ്ഞ് കൈയായതുകൊണ്ട് എന്താ പറയുക, കുറച്ച് ബീഡ്സ് മാറ്റണം. മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ കുറച്ച് ബീഡ്സുകൾ മാറ്റും, ഒരുപാടെണ്ണം മാറ്റണ്ട. കൈ ഫുള്ളായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റണ്ട. കുട്ടികൾക്ക് ഒരു ഈ ഒരളവിന് മാറ്റാം. ഏകദേശം ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യാൻ മാത്രം മതിയെങ്കിൽ ഇത്രയൊക്കെ മതിയാവും. ഓക്കെ, 2 സ്റ്റോൺ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്ര അളവിന്, ഇതാകുമ്പോൾ കൈ ഫുള്ളായിട്ട് കിടക്കും. അല്ല, കുറച്ച് പോർഷൻ മാത്രം ഇത്ര മാത്രം വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡിൽ നമുക്ക് ആദ്യം ഫിനിഷ് ചെയ്യാം. ആദ്യം ഇവിടെ ഒരു ക്രിസ്റ്റൽ ബീഡ് കൊടുക്കുക.
വലിയവർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സെയിം രീതിയിൽ ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഗിയർ ലോക്ക് കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തെ എൻഡിലെ ലോക്ക് മാറ്റണം. ബ്രേസ്ലെറ്റിന് അത്രയും വലിയ ലോക്കിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഗിയർ ലോക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു എൻഡ്, ഈ ഒരു ചെയിന് വരുന്ന എൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൊടുക്കാം. ഓക്കെ, ഇത് നന്നായി ടൈറ്റായിട്ട് വലിച്ചു പിടിക്കണം കേട്ടോ. നമ്മൾ മറ്റേ നെക്ലസ് മേക്ക് ചെയ്ത വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഇത് ബാക്ക് സൈഡിലോട്ട് എന്താ പറയുക ലോക്ക് ചെയ്ത് കൊടുക്കണം. ടൈറ്റായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും, ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് ഗിയർ ലോക്കിനകത്തൂടി ഇത് എടുക്കുക. ഗിയർ ലോക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പ്രശ്നമില്ല. ഗിയർ ലോക്കിൻ്റെയും വയറിൻ്റെ എൻഡിൻ്റെ ഇടയിലായിട്ട് ഒരു ചെയിൻ ലോക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ഹുക്ക് ആൻഡ് ചെയിൻ ഉണ്ടാവണം.